നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിന്റെ കുറച്ച് പ്രോബ്ലംസ് ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് അറിയോ? ഇവിടെ തരാതിരിക്കുന്ന ഒരു ആംഗിൾ ഉണ്ടല്ലോ, ആ ആംഗിൾ എത്ര ഡിഗ്രി ആണെന്നാണ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് എന്താ അറിയാ, ഈ എ ബി എന്ന ഒരു ലൈൻ ഇവിടെ അടിയിൽ കിടക്കുന്നില്ലേ, ഈ ലൈനിന്റെ മുകളിലുള്ള എല്ലാ കോണുകളും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി, അതായത് 180 ഡിഗ്രി ആണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോ ഇവിടെ തന്നിട്ടുള്ള 50 ഡിഗ്രിയും 25 ഡിഗ്രിയും പിന്നെ തരാത്ത ആംഗിളും കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. അതായത് തരാത്ത ആംഗിൾ ആയിട്ടുള്ള ആംഗിൾ എ സി ഇയും തന്നിട്ടുള്ള 50ഉം 25ഉം കൂടെ കൂട്ടിയാൽ നമുക്ക് 180 കിട്ടണം അല്ലെ? അപ്പോ എ സി ഇയും ഇതും കൂടെ കൂട്ടിയാൽ 50ഉം 25ഉം കൂട്ടിയാൽ 75 അല്ലെ? 75ഉം കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. ഇപ്പൊ നോക്ക്, ഇത് രണ്ടും കൂട്ടിയപ്പോ 75 കിട്ടി, ഇത് മുഴുവനും കൂടെ കൂട്ടിയപ്പോ 180 ആണെങ്കിലും ഈ ചെറിയ തരാത്ത ആംഗിൾ നമ്മൾ കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? 180ൽ നിന്നും ഈ രണ്ട് ആംഗിളും കൂടെ മൈനസ് ചെയ്യണം. അപ്പൊ നമ്മൾ 180ൽ നിന്നും 75 മൈനസ് ചെയ്താൽ നമുക്ക് ഈ ആംഗിൾ കിട്ടും. ഏത് ആംഗിൾ? എ സി ഇ. അപ്പോ 180ൽ നിന്ന് 75 പോയാൽ എത്രയാണ്? 105 അല്ലേ? അപ്പോ അതായിരിക്കും ആംഗിൾ എ സി ഇ. അപ്പൊ ഈ ആംഗിൾ എത്രയാണെന്ന് കിട്ടി? 105 ഡിഗ്രി ആണെന്ന് കിട്ടി. അടുത്ത ചോദ്യം നോക്ക്, ഇവിടെ നമുക്ക് നമ്മുടെ സെറ്റ് സ്ക്വയറുകൾ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് ഇവിടെ നടുവിൽ നിൽക്കുന്ന ഈ ആംഗിൾ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നോക്ക്, ഇവിടെ സ്കെയിലൊക്കെ വെച്ചത് എന്തിനാണ് അറിയോ? ഇതൊരു ലൈനാണ്, നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. മടക്കൊന്നും ഇല്ലാത്തൊരു ലൈനാണ് ഇവിടെ കിടക്കുന്നത്. ഇപ്പോ ഈ ലൈനിന്റെ മുകളിലുള്ള ഈ മുഴുവൻ കോണും കൂടെ കൂട്ടിയാൽ 180 ആണ്. പക്ഷെ നമ്മൾ ഇവിടെയുള്ളത് കാണേണ്ടത്. എന്നാൽ ഈ ഒരു നോക്ക്, ഈ സെറ്റ് സ്ക്വയറിന്റെ ഇവിടെയുള്ള ആംഗിൾ എത്ര വരിക? ഈ ആംഗിൾ, ഈ സെറ്റ് സ്ക്വയർ നോക്ക്, ഈ രണ്ട് ആംഗിളും തുല്യമായിട്ട് വരുന്ന, ഈ രണ്ട് സൈഡും തുല്യമായിട്ട് വരുന്ന സെറ്റ് സ്ക്വയർ ആണ്. അപ്പൊ ഈ ആംഗിൾ 45 ആണ് നമുക്കറിയാം. എന്നാൽ ഇത് നോക്കാം, ഒരു ഭാഗം വലുതും ഒരു ഭാഗം ചെറിയ ആംഗിളും അങ്ങനെയൊക്കെയുള്ള ഈ സെറ്റ് സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ ചെറിയത് നമുക്ക് അറിയാം 30 ആണ്. ഇവിടെ ഈ ലംബം വരുന്നത്, ഇവിടെ പെർപെൻഡിക്കുലർ ആയിട്ട് 90 ആണ്. ഇവിടെ 60 ആണ് നമുക്കറിയാം. അപ്പൊ ഇത് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇത് മുഴുവനും 180 ആണ് അല്ലേ? അപ്പൊ 180ൽ നിന്നും നമ്മൾ ഈ രണ്ട് ആംഗിളും മൈനസ് ചെയ്യണം. അതായത് 180ൽ നിന്നും 45ഉം 60ഉം കൂടെ നമ്മൾ മൈനസ് ചെയ്യണം. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? 45 60ഉം കൂടെ കൂട്ടണം. എന്നിട്ട് അത് 180ൽ നിന്ന് മൈനസ് ചെയ്യണം അല്ലേ? അപ്പോ 45ഉം 60ഉം കൂടെ കൂട്ടിയാൽ എത്രയാ വരിക? 105 എന്നാണ് വരിക. ഈ 105നെ നമ്മൾ എന്ത് ചെയ്യണം? 180ൽ നിന്നും മൈനസ് ചെയ്യണം. അപ്പൊ നമുക്ക് 95 എന്ന് കിട്ടും അല്ലേ? 75. ഓക്കെ, അപ്പൊ അത്രയാണെന്ന് കിട്ടും. അപ്പൊ ആ ഒരു ആംഗിൾ എത്രയാണെന്ന് കിട്ടി? 75 ഡിഗ്രി. ഇനി നോക്ക്, നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് എന്താ അറിയോ? നമ്മൾ ഇവിടെയുള്ള ആംഗിളും കണ്ടുപിടിക്കണം. ഈ രണ്ട് ആംഗിളും സെയിം ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ ഇത് കണ്ടുപിടിക്കാം? ഇത് കംപ്ലീറ്റ് എത്രയാണ്? 180 ആണ്. അപ്പൊ അതിൽ നിന്നും ഇത് ഒഴിവാക്കിയാൽ ഈ രണ്ട് ആംഗിളും കൂടെ എത്രയാണോ അത്ര നമുക്ക് കിട്ടും. ആണല്ലോ? ഇപ്പൊ നമ്മള് 180ൽ നിന്നും 30 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 150 എന്ന് കിട്ടും. ഈ 150 ഡിഗ്രി എന്ന് പറയുന്നത് നമ്മുടെ ഈ ആംഗിളും കൂടെ കൂട്ടിയാൽ എത്രയാണോ അത്രയാണെന്ന് അറിയാം. എന്നാൽ നമുക്ക് തന്നിട്ടുള്ള നെക്സ്റ്റ് ക്ലൂ എന്താണ്? ഈ രണ്ട് ആംഗിളും സെയിം ആണ്. അപ്പോ ഈ രണ്ട് ആംഗിളും കൂടെ സെയിം ആണ്. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 180 ആണെങ്കിൽ അതിൽ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 150നെ 2 കൊണ്ട് ഹരിക്കണം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 75. അപ്പൊ 75 ഡിഗ്രിയാണ് ഈ കോണം വരെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്, ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് അറിയോ?
ഒരു ലീനിയർ പെയർ ഉണ്ട്. അതായത് ഒരു രേഖീയ ജോഡി ഉണ്ട്. രേഖീയ ജോഡി എന്ന് പറയുമ്പോൾ ഒരു ലൈൻ ആയിരിക്കും. അതിലൊരു കോണം വന്നിട്ട് കൂട്ടിമുട്ടുന്നുണ്ടാവും. ഒരു ലൈൻ വന്നിട്ട് കൂട്ടിമുട്ടുന്നുണ്ടാവും. ഇന്ത്യയിൽ ഇപ്പൊ രേഖീയ ജോഡി വരച്ചു. അതില് ഒരു ആംഗിൾ എന്ന് പറയുന്നത് മറ്റ് ആംഗിളിന്റെ ഡബിൾ ആയിരിക്കും. അതായത് നമ്മൾ ഇങ്ങനെ ഒരു ആംഗിൾ ഇവിടെ ഇരിപ്പുണ്ട് വിചാരിക്കും. അപ്പൊ ഈ ആംഗിൾ എത്ര നമുക്കറിയില്ല. പക്ഷെ ഇങ്ങനെ ഇവിടെ ഒരു ആംഗിൾ ഉണ്ടാവും. ആ ആംഗിളിന്റെ ഇരട്ടി ഡബിൾ ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ. പക്ഷെ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 180 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കോണുകൾ എത്രയാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ എന്താ പറഞ്ഞത്? ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്. ഈ ആംഗിളിന്റെ ഡബിൾ ആണ് ഈ ആംഗിൾ എന്ന്. അതായത് ഇങ്ങനെയുള്ള രണ്ട് ആംഗിൾസ് നമുക്ക് ഇവിടെ വെക്കാൻ പറ്റുന്നത് ഇതുപോലെ. ഈ ഒരു ആംഗിളിന്റെ വലുപ്പമുള്ള രണ്ട് ആംഗിൾ ഒരു ആംഗിളും ഇവിടെ ഉണ്ട്. അപ്പൊ ഈ ഒരു ചെറിയ ആംഗിളിന്റെ വലുപ്പമുള്ള എത്ര ആംഗിൾ ഇവിടെ കിടപ്പുണ്ട്? 1, 2, 3. 3 ആംഗിൾ കിടപ്പുണ്ട്. ഇത് മൂന്നും കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 180 കിട്ടും. അപ്പോ ഇത് മൂന്നും കൂടെ കൂട്ടിയാൽ 180 കിട്ടുമെങ്കിൽ അതിൽ ഒരു ആംഗിൾ കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ആംഗിൾ മാത്രം കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? 180നെ 3 കൊണ്ട് ഹരിക്കണം. അല്ലേ? നമ്മൾ 180നെ ഹരിക്കണം 3 ചെയ്യുമ്പോ നമുക്ക് എത്ര കിട്ടുക? 90 എന്നാണ് കിട്ടുക. സോറി 90 അല്ല 60 എന്ന് കിട്ടും. ഈ 60 ആണ് ഈ ഒരു കുഞ്ഞ് ആംഗിൾ വരുന്നത്. ഓക്കെ, 60 ഡിഗ്രി വരും. അപ്പൊ ഈ ആംഗിൾ എങ്ങനെ കാണാം? ഈ 60 ഡിഗ്രി വലുപ്പമുള്ള ഒരു ആംഗിളും 60 ഡിഗ്രി വലുപ്പമുള്ള അടുത്ത ആംഗിളും അല്ലേ? അത് കാണാൻ നമ്മൾ ഒന്നുകിൽ ഈ രണ്ട് 60യും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് 120 എന്ന് കിട്ടും. അല്ലെങ്കിൽ 180ൽ നിന്നും തന്നിട്ടുള്ള 60 ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ 60 മൈനസ് ചെയ്താലും നമുക്ക് 120 എന്ന് കിട്ടും. ഇങ്ങനെ ചെയ്താലും പ്രശ്നമല്ല, ഇങ്ങനെ ചെയ്താലും പ്രശ്നമല്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? ആംഗിള് 120 എന്ന് കണ്ടുപിടിച്ചാൽ മതി. അടുത്ത ചോദ്യം ഇതാണ്. നമുക്ക് ഒരു ലീനിയർ പെയർ, ഒരു രേഖീയ ജോഡി ഉണ്ട്. അതില് ഒരു ലൈൻ ഇങ്ങനെ ക്രോസ് ചെയ്യുന്നുണ്ട്. ക്രോസ് ചെയ്യുമ്പോൾ ഇവിടെ രണ്ട് ആംഗിൾസ് ഉണ്ടാവുന്നുണ്ട്. ഈ രണ്ട് ആംഗിൾസിന്റെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഇത് അടുത്തടുത്ത ഓഡ് നമ്പേഴ്സ് ആണ്. അതായത് അടുത്തടുത്ത ഒറ്റ സംഖ്യയാണ്. ഫോർ എക്സാമ്പിൾ ഇത് 2 അല്ല, 2 ഒറ്റ സംഖ്യ അല്ലല്ലോ. ഇത് 3 ആണെങ്കിൽ ഇത് ആരാവണം? 5 ആവണം. ഇതൊരു 11 ആണെങ്കിൽ ഇത് 30 ആവണം. ഇയാളൊരു 91 ആണെങ്കിൽ ഇയാൾ എത്ര ആവണം? 93 ആവണം. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അടുത്തടുത്ത ഒറ്റ സംഖ്യകളാണ്. പക്ഷേ ഇത് നോക്കിട്ടോ, സോറി, ഇത് 3യും ഇത് 5ഉം ആവാൻ പാടില്ലല്ലോ. എന്തുകൊണ്ടാ ഇത് 3യും 5ഉം ആവാൻ പാടില്ലാത്തത്? 3യും 5ഉം കൂടെ ആഡ് ചെയ്ത് നമുക്ക് 180 കിട്ടുമോ? ഇല്ല അല്ലെ? അപ്പോ ഇവ രണ്ടും അടുത്തടുത്ത ഒറ്റ സംഖ്യകളാണെങ്കിൽ പോലും രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടണം? 180 എന്ന് കിട്ടണം. ഓക്കെ, അപ്പോ ഇത് രണ്ടും 180 എന്ന് കിട്ടാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ ഇവിടെയുള്ള ഈ രണ്ട് നമ്പേഴ്സിന്റെയും സമ്മ് 180 ആണ്. ഇവ രണ്ടും അടുത്തടുത്ത നമ്പേഴ്സ് ആണ്. അതായത് അടുത്തടുത്ത ഒറ്റ സംഖ്യകളുടെ പ്രത്യേകത എന്താ? ഒരാള് 2ഉം ഒരാള് 5ഉം ആണെങ്കിൽ നടുവിലൊരു 2 അല്ല 3, 3ഉം 5ഉം ആണെങ്കിൽ നടുവിലുള്ള സംഖ്യ ആരാ? 4 ആണല്ലോ. ഇപ്പൊ ഒരാള് 71ഉം ഒരാള് 73ഉം ആണെങ്കിൽ നടുവിലുള്ള സംഖ്യ ആരായിരിക്കും? 72. ഈ 72ൽ നിന്നും 1 കുറച്ചാൽ ഇയാളെയും കിട്ടും, 1 കൂട്ടിയാൽ ഇയാളെയും കിട്ടുമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാല് 180ന്റെ പകുതി കാണാം. പകുതിയിൽ നിന്ന് 1 കുറച്ച ഒരാളും പകുതിയിലേക്ക് 1 കൂട്ടിയ ഒരാള് മറ്റേ ആളും അല്ലേ ഉണ്ടാവുക. അതായത് 180 ഹരിക്കണം 2, അതായത് 90 എന്ന് കിട്ടും. 90 ഒരു ഇരട്ട സംഖ്യയാണ്. ആ 90ൽ നിന്ന് നമ്മൾ ഈ 90ൽ നിന്ന് 90 മൈനസ് 1ഉം 90 പ്ലസ് 1ഉം നമ്മൾ ചെയ്യാണ് വിചാരിക്കും. അപ്പൊ നമുക്ക് രണ്ട് ഒറ്റ സംഖ്യകൾ കിട്ടും. ഇവിടെ നമുക്ക് കിട്ടുന്നത് 89ഉം
ഇവിടെ നമുക്ക് കിട്ടുന്നത് 91 ആയിരിക്കും. ഇത് രണ്ടും അടുത്തടുത്ത ഓഡ് നമ്പേഴ്സിലെ ഒറ്റ സംഖ്യകളല്ലേ? ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എത്രയാണ് കിട്ടുക നോക്ക്. 89ഉം 91ഉം കൂടെ കൂട്ടിയാല് ഇവിടെ 0 1 180. കണ്ടോ എങ്ങനെയാ 180 കിട്ടാൻ കാരണം? കാരണം ഇതിന്റെ കൃത്യം പകുതി എടുത്തിട്ട് അതിന്റെ ഒന്ന് കുറച്ചത് ഒന്ന് കൂട്ടിയതുമായ ഓഡ് നമ്പേഴ്സ് എടുക്കാം. അപ്പൊ ഇവിടെ ഈ ഒരു ചെറിയ ആംഗിൾ 89ഉം ഈ വലിയ ആംഗിൾ 91ഉം ആയിട്ട് കിട്ടും. സോ അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നമ്മുടെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. താങ്ക് യു.